കേരളത്തില് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഞാൻ അങ്ങനെ ഓർക്കായിരുന്നു, നമ്മൾ പൊതുവെ ഇങ്ങനെ കേൾക്കുന്ന ഒരു വാക്കാണ് വികസനം. വികസിപ്പിക്കും, ഇനിയും വികസിക്കണം. ഈ വികസനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു വായ്ത്താരി അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്. എപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്താണ് അതൊക്കെ ഇങ്ങനെ അലയടിക്കുക. എന്താണ് വികസനം? എന്താ വികസിപ്പിക്കേണ്ടത്? എന്താണ് നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നം? ഇത്തരം ചോദ്യങ്ങളെ ഒന്നും ഒരിക്കലും ഈ വികസന വക്താക്കളോ ഇതിന്റെ പ്രചുര പ്രചാരകരോ അഭിസംബോധന ചെയ്യാറുമില്ല. വളരെ തമാശ പറഞ്ഞൊരു കാര്യമാണ്. ഒരു 10 വർഷം അപ്പുറത്തേക്ക് ഒന്ന് മനസ്സ് പായിച്ചാൽ ഏതൊരു കേരളീയനും ഓർമ്മ നശിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ചിത്രം കിട്ടും. ഇപ്പൊ പക്ഷെ നമുക്ക് അതല്ലല്ലോ സ്ഥിതി. എന്താ വികസനം എന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെ വികസനം. ഇടിഞ്ഞു പൊളിഞ്ഞ് ആളുകൾ പോകാതിരുന്ന സ്കൂളുകളിൽ കുട്ടികൾ ആർപ്പോടുകൂടി സന്തോഷത്തോടുകൂടി പോകുന്നു, പഠിക്കുന്നു, ഉച്ചഭക്ഷണം കഴിക്കുന്നു. അത്തരം സൗകര്യങ്ങൾ അവിടെ സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ക്ലാസ് മുറികൾ ഉണ്ടാകുന്നു. അത് നമ്മുടെ കൺമുമ്പിൽ കാണുക. നമ്മൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകര്, അവിടെ പോകുന്ന കുട്ടികൾ, ഇത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട അയൽപ്പക്കത്തെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ഇല്ല, പുറത്തേക്കൊന്ന് ഇറങ്ങി, റോഡിലേക്ക് ഇറങ്ങി, പണ്ടേതോ സിനിമയിൽ പറഞ്ഞു, എന്താ റോഡ്, എന്താ ഒരു സ്പീഡ്. ഇതൊരു സാധാരണ മലയാളിയുടെ ചോദ്യമായിരിക്കും. അത് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഹൈവേകളിലൂടെ, നമ്മുടെ ലോകം, നമ്മുടെ യന്ത്രങ്ങൾ, നമ്മുടെ ജീവിതം. അപ്പൊ നമ്മുടെ തൊട്ട് മുമ്പിൽ അതുപോലെ ഇപ്പൊ ഒരു പാലം കടന്നാൽ ഒരു കര, ഒരു ജീവിതം അപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഓർത്തിരുന്ന അല്ലെങ്കിൽ നമുക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞിരുന്ന ഒരു കാലത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. എൻ്റെ നാട്ടിൽ ഞാൻ ജീവിക്കുന്ന റാവട്ടത്ത് അയ്യന്തോൾ എന്ന് പറയുന്ന ഒരു പ്രദേശം, കുറിഞ്ഞാക്കൽ എന്ന് പറയുന്ന ഒരു തുരുത്ത്, അവിടെ ജീവിച്ചിരുന്ന 10-30 കുടുംബങ്ങൾ, അവരുടെ ഒരു ഒറ്റപ്പെട്ട ജീവിതം, അവർക്കൊരു പുറത്തേക്ക് വരാൻ തൊട്ടപ്പുറത്തുള്ള ഒരു ഈ 5 കിലോമീറ്ററിന് അപ്പുറത്ത്, ഈ നഗരത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ദൂരത്തേക്കൊന്നും പോകണ്ട, വണ്ടി പിടിച്ചൊന്നും പോകണ്ട, നടന്നു പോകാവുന്ന ദൂരത്തുള്ള സ്ഥലം. പക്ഷെ ആ മനുഷ്യർ അനുഭവിച്ചിരുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. എന്റെ തലമുറയൊക്കെ അത് കണ്ടതാ. ഞങ്ങളുടെ പല കൂട്ടുകാരൊക്കെ അവിടെയുണ്ട്. അവർക്കൊന്ന് സ്കൂളിലേക്ക് വരുന്നെങ്കിൽ, അവർക്കൊരു ആശുപത്രിക്ക് ഒന്ന് പോകണമെങ്കിൽ, ഒരു അത്യാവശ്യം വരുന്ന രാത്രി ഒന്ന് പുറത്തേക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കെട്ടുവഞ്ചീനെ അല്ലെങ്കിൽ ആ ചങ്ങാടത്തെ ആശ്രയിക്കേണ്ട ഒരു കാലം. അത് മാറി അവിടെ ഒരു പാലം, ഇത് പാലം വരിക എന്നുള്ളത് നമുക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് അനവധി പതിറ്റാണ്ടുകളായി. പക്ഷെ അത് വന്നു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് യാഥാർത്ഥ്യമായി. ഇപ്പൊ ആളുകൾ പാട്ടും പാടി ഉല്ലസിച്ച് ഇപ്പൊ അതൊരു വിനോദസഞ്ചാര മേഖല പോലും ആയിട്ടുണ്ട് ഈ പാലം വന്നതോടുകൂടി. അപ്പൊ ഒരു തുരുത്തിലേക്കുള്ള ഒരു എൻട്രി, അതൊരു കേവല ഒരു എൻട്രി അല്ല. നമ്മുടെ സങ്കല്പത്തെ, നമ്മുടെ വികസന ബോധ്യത്തെ സാക്ഷ്യപ്പെടുത്തി തന്ന ഒരു അനുഭവത്തെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞത് മാത്രം. ഇങ്ങനെ എല്ലാ നാട്ടിൽ നിന്നും, ഏത് ഗ്രാമത്തിൽ നിന്നും, ഏത് പട്ടണത്തിൽ നിന്നും അനവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ഏറെക്കുറെ സഫീഷ്യന്റ് ആയി എന്ന് പറയാവുന്നിടത്തേക്ക് എത്തുമ്പോഴും എന്താ ഇവിടെ നടത്തിയെന്ന് ചോദിക്കുന്ന ഒരു വക്രദൃഷ്ടി, ആ വക്രീകരണമാണ് ഇപ്പൊ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വിഷം തുപ്പുന്നത്. അതിനെ കൊണ്ടു നടക്കാൻ ഇഷ്ടം പോലെ മീഡിയാസ് ഉണ്ട്. അതെപ്പോഴും ഇടതുപക്ഷ വിരുദ്ധമാണ് അത്. കാരണം ഇടതുപക്ഷം എപ്പോഴും ഒഴുക്കിനെതിരെ തുഴയുന്ന ഒരു പക്ഷം തന്നെയാണ്. അതിന്റെ ഏത് സങ്കല്പവും, അതിന്റെ ആറ്റിറ്റ്യൂഡ്, അതിന്റെ ആഭിമുഖ്യങ്ങളൊക്കെ ഇന്നത്തെ എസ്റ്റാബ്ലിഷ്മെന്റിന് എതിരെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു പാരലായിട്ട് നമുക്ക് അതിനെ എങ്ങനെ കാണാമെന്നൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് നമ്മൾ അതിന് ഇടതുപക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിശേഷണം നമ്മൾ അർഹിക്കുന്നത്. അപ്പൊ അതിനെ തുരങ്കം വെക്കുക, അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം എന്ന് വിശ്വസിക്കുന്ന ഈ മാധ്യമങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ചെറിയൊരു പക്ഷമെങ്കിലും ആളുകളും ചലിക്കുന്നത്. അതിനെ നമ്മൾ കാണാതിരുന്നുകൂടാ. ആശുപത്രികൾ, ഹൈടെക് ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന തരത്തിലുള്ള സൗകര്യങ്ങള്, അവിടെ അത്രയും മിടുക്കന്മാരായ ഡോക്ടർമാര്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇതൊക്കെ ഈ സംസ്ഥാനത്തിന്റെ അതിരിന്റെ അപ്പുറത്തേക്കൊന്ന് പോയാൽ നമുക്ക് കാണാൻ കിട്ടില്ല. എൻ്റെ ഒരു കൂട്ടുകാരന്റെ മകള് പറഞ്ഞു, ഒരു പനി വന്നിട്ട് പൂനെയിൽ അവളൊരു ഇന്റേൺഷിപ്പിന് പോയതാ. ആ ഇന്റേൺഷിപ്പിനിടയിൽ ഒരു പനി വന്നു. പക്ഷെ ഡോക്ടറെ കാണണ്ടേ? 20-25 കിലോമീറ്റർ അപ്പുറത്താണ് പിന്നെ ഒരു ഡോക്ടറെ കാണാനുള്ള സാധ്യത ആ ഒരു പട്ടണത്തിൽ. ആലോചിച്ച് നോക്കൂ. ഇതാണ് യാഥാർത്ഥ്യം. അവരുടെ അനുഭവത്തിൽ, ജീവിതത്തിൽ ഇത് കൊള്ളുമ്പോൾ, നമ്മുടെ നാട് എത്ര മനോഹരം, ഈ നാട്ടിൽ ജീവിക്കുക എന്നത് എത്ര സ്വാസ്ഥ്യജനകമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ വരും. അത് തന്നെയാണ് ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയ മികവ് എന്ന് എനിക്ക് തോന്നുന്നു. ആ തിരിച്ചറിവ് നമ്മൾ ഇനിയും കൊടുക്കേണ്ടതുണ്ട്, പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ചും കൊടുക്കേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ഈ ഭരണത്തിന്റെ ഒരു തുടർച്ച. പണ്ട് പറയല്ലോ, ഒന്ന് മാറി മറ്റൊന്ന്, അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇലക്ഷൻ തന്നെ വേണ്ട, തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല, അതിന്റെ ദുർവ്യയങ്ങൾ ഒഴിവാക്കാം, പണച്ചെലവ് ഒഴിവാക്കാം, എന്താ പറയാ, ക്രയവിക്രയ ഇതൊക്കെ ഒഴിവാക്കാം. പക്ഷെ അതല്ല,
5 വർഷം വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇതോ അതോ എന്ന് പറയുന്ന ചോദ്യം ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ ഇത് തന്നെയാണ് എന്ന് പറയുന്നിടത്താണ് ചിലപ്പോൾ ചില ശരികൾ ഉണ്ടാകുക. തൊഴിൽ അന്തരീക്ഷം ശരിയല്ല, തൊഴിൽ സമരങ്ങളുടെ ആധിക്യം, ഇപ്പൊ അങ്ങനെ ഒന്നും പറയുന്നില്ല. തൊഴിൽ സമരം കൊണ്ട് ഒരു വ്യവസായവും അടച്ചുപൂട്ടി പോകുന്നില്ല. മാത്രമല്ല, ഏറ്റവും സൗഹാർദ്ദപരമായ ഒരു തൊഴിലിടം കേരളമാണെന്ന് പല മുഖ്യധാര അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റുകൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കേരളം എല്ലാ സർവ്വസ്ഥലങ്ങളിലും ഒരു എന്താ പറയുക, സമ്പുഷ്ടമായിട്ടുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയിട്ടുള്ള പോക്കാണ്. ഈ പോക്കിനെ തുരങ്കം വെക്ക് പിന്നോട്ടടിപ്പിക്കുന്ന ഒരു യുഗപരിവർത്തനം അല്ല നമുക്ക് വേണ്ടത്. അത് പരിവർത്തനമല്ല, തിരിച്ചുള്ള പോക്കാണ്, പിന്നടത്തമായിരിക്കും. ഈ പിന്നടത്തത്തിന്റെ ഒറ്റ ഉദാഹരണം കൊണ്ട് പറയാണ്, ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജാഥയുടെ ഒരു ക്ലിപ്പിങ്സ് കണ്ടു. ഒരാൾക്കൂട്ടാണ് അവിടെ. ഒരാൾക്കൂട്ടത്തിന് മറ്റൊന്നിനോടും നിയന്ത്രണമില്ല, വിധേയത്തില്ല, പ്രതിബദ്ധതയില്ല. പരസ്പരം അടിക്കുന്ന, പരസ്പരം ചങ്കിൽ പിടിക്കുന്ന, കഴുത്തി പിടിക്കുന്ന, വിളിക്കുന്ന, നീയോ ഞാനോ എന്ന് തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ ഈഗോ മാത്രം ഉള്ള ഒരു നേതൃകൂട്ടം. ഇവരൊക്കെ അടങ്ങിയിരിക്കുകയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ഇവരൊക്കെ അങ്ങനെ തലപൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തലപൊക്കൽ ഉയർന്നു വന്നാൽ കേരളത്തിന്റെ സ്ഥിതി 10 വർഷം എന്നുള്ളത് 20-30 വർഷത്തേക്ക് പിന്നോട്ട് കൊണ്ടുപോകും എന്നതിൽ യാതൊരു തർക്കമില്ല. കാരണം ഇന്നത്തെ കാലാവസ്ഥയെ, ഇന്നത്തെ വികസന തുടർച്ചയെ സംരക്ഷിക്കണമെങ്കിൽ ഒരൊറ്റ പക്ഷം മാത്രമേ ഉള്ളൂ. അത് ഏത് മനസ്സുള്ളവനും സമ്മതിക്കും. അത് ഇടതുപക്ഷത്തിന്റെ എല്ലാ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട്, കുറവുകളുണ്ടാവാം, ന്യൂനതകളുണ്ടാവാം, പോരായ്മകളുണ്ടാവാം, സ്വയം വിമർശനങ്ങളുണ്ടാവാം, ഇതൊക്കെ ഉണ്ട്. അത് ഉൾക്കൊള്ളാൻ പാകുന്ന ഒരു പൊതു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഇടതുപക്ഷത്തിൻ്റെതാണ്. ഇടതുപക്ഷത്തിന്റെ വിജയത്തെ ഞങ്ങളെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് ആകുന്നതും അതുകൊണ്ട് തന്നെയാണ്.